നമസ്കാരം ഗൈസ്. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ 20,000 രൂപേൻ്റെ ഫോണുകളിൽ ഒരു രാജാവ് അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു കിടിക്കാച്ചി ഫോൺ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. പോക്കോ X3 Pro ഒരു വേറെ ലെവൽ ഫോണാണ് ഗൈസ്. 20,000 രൂപക്ക് അല്ലെങ്കിൽ 18,000 രൂപക്ക് കിട്ടുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണ്. അത്രയും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുള്ള ഒരു കിടുക്കാച്ചി ഫോണിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഫോണിൻ്റെ പേര് പോക്കോ X3 Pro എന്നാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് പോക്കോ X3 ആണ്. സോ അതിനെക്കാട്ടി എന്തൊക്കെ അപ്ഗ്രേഡാണ്, എന്തൊക്കെ ഡൗൺ ഗ്രേഡാണ് ആ ഫോണിൽ വന്നതെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. സോ പോക്കോ X3 Proൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ, ചെറിയൊരു റിവ്യൂ, അതിൻ്റെ ഫീച്ചേഴ്സും സ്പെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. സോ വീഡിയോ ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നേരെ വീഡിയോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. പോക്കോ X3 Proൻ്റെ ഡിസ്പ്ലേനെ എങ്ങനെയുണ്ട് നോക്കാം. സോ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമ്മൾ പോക്കോ X3ൻ്റെ ഓൾമോസ്റ്റ് സെയിം ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് 6.67 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെയും പോക്കോ ഉപയോഗിച്ചിട്ടുള്ളത്. പോക്കോ X3ലും X3 Proയിലും ഡിസ്പ്ലേ വലിയ വ്യത്യാസമൊന്നുമില്ല. 6.67 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമ്മൾ പോക്കോ X3 Proയിൽ വന്നിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ ഒരു റീഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വന്നിട്ടുണ്ട് പോക്കോ X3 പോലെ തന്നെ. പിന്നെ ഡിസ്പ്ലേൻ്റെ ആസ്പെക്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ 20:9 തന്നെയാണ് പോക്കോ X3 പോലും വന്നുള്ളത്. നമ്മുടെ PPI പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 395 PPI ആണ്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 450 നിറ്റ്സ് തന്നെയാണ്. പോക്കോ X3ലും X3 Proയിലും സെയിം നിറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഗോറില്ല ഗ്ലാസ് V6ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ഗോറില്ല ഗ്ലാസ് വേർഷൻ 6ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പോക്കോ X3ക്ക് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിൽ ഗോറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ആസ് യൂഷ്വൽ നമ്മുടെ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. HDR10+ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ പോക്കോ X3നെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ വലിയ മാറ്റങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. പോക്കോ X3 Proൻ്റെയും പോക്കോ X3ൻ്റെ ഡിസ്പ്ലേ തമ്മിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സോ രണ്ടും ഓൾമോസ്റ്റ് ഒരു വലിയ വ്യത്യാസങ്ങളും വരാത്തൊരു കാറ്റഗറിയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ്സർ അല്ലെങ്കിൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. വളരെയധികം നല്ല കിടുക്കാച്ച് മാറ്റം കൊണ്ടുവന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ പ്രോസസ്സർ അല്ലെങ്കിൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ അതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 860 ആണ് കേസ്. സ്നാപ്ഡ്രാഗൺ 860 ആണ് പ്രോസസ്സറാണ് നമ്മളെ പോക്കോ X3 Proയിൽ വന്നുള്ളത്. 2.9 GHz അല്ലെങ്കിൽ 2.9 ക്ലോക്ക് സ്പീഡുള്ള ഒരു കിടുക്കാച്ച് ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് നമ്മുടെ പോക്കോ X3യിൽ വന്നിട്ടുള്ളത് കേട്ടോ. സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറഞ്ഞാൽ ഒരു കിടുക്കാച്ച് വേറെ ലെവൽ. നമ്മുടെ പോക്കോ F1ലൊക്കെ ഉണ്ടായിരുന്നത് സ്നാപ്ഡ്രാഗൺ 845 ആ റേഞ്ചിലാണ്. സോ 860 പറഞ്ഞാൽ വേറെ ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരു കിടുക്കാച്ച് ഫോണായിരിക്കും പോക്കോ X3 Pro എന്ന് പറയുന്നത്. പിന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Adreno 640 വന്നിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ പോക്കോ X3യിൽ 618 ആയിരുന്നു, ഇവിടെ 640 വന്നിട്ടുണ്ട്. സോ വളരെ നല്ലൊരു കാര്യമാണ്. ഗ്രാഫിക്സിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ പോക്കോ X3 Proയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡിന്റെ വെർഷൻ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ആണ്. അതേപോലെ തന്നെ MIUI 12 നമുക്ക് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു കളറായിട്ടുള്ള ഒരു ഇന്റർഫേസ് തന്നെ ആയിരിക്കും നമ്മുടെ പോക്കോ X3 Proയിൽ വരിക. പിന്നെ റാമൊക്കെ നോക്കുകയാണെങ്കിൽ LPDDR4X തന്നെയാണ് പോക്കോ X3ലും അത് തന്നെയായിരുന്നു. പക്ഷേ സ്റ്റോറേജ് UFS 3.1 വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് നമുക്ക് പോക്കോ X3 Proയിൽ പ്രതീക്ഷിക്കാം. കാരണം പോക്കോ X3ൽ അത് UFS 2.1 ആയിരുന്നു, ഇവിടെ UFS 3.1 ആയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് പോക്കോ കൊണ്ടുവന്നുള്ളത്. പോക്കോ X3 Proക്ക് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കിടുക്കാച്ചായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സ്നാപ്ഡ്രാഗൺ 732 ഉള്ള പോക്കോ X3ന് സ്നാപ്ഡ്രാഗൺ 860 എത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. സോ ഈ ഒരു റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ഫോൺ നമുക്ക് വേണമെങ്കിൽ പോക്കോ X3 Proനെ സജസ്റ്റ് ചെയ്യാം. കാരണം 20,000 രൂപയ്ക്ക് ഇത്രയും നല്ല പ്രോസസ്സർ നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു ഫീലായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. സോ കിടുക്കാച്ച് പ്രോസസ്സറാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് മാറ്റങ്ങളാണ് പോക്കോ X3 Proയിൽ പോക്കോ കൊണ്ടുവന്നുള്ളത് നോക്കാം. സോ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു കോഡ് ക്യാം സെറ്റപ്പ് തന്നെയാണ്, പക്ഷേ ഇതിലെ സെൻസേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ട് കേസ്. അപ്പോൾ 48 മെഗാ പ്രൈമറി ക്യാമറ, അതേപോലെ തന്നെ 8 മെഗാ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ ഒരു മാക്രോ സെൻസറും 2 മെഗാ ഒരു മോണോ സെൻസറാണ്. കളർ ഫിൽറ്ററൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു മോണോ ഫിൽറ്ററാണ്. സോ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ട്. കാരണം പോക്കോ X3ൽ അത് 64:13:2 സെറ്റപ്പിലായിരുന്നു. സോ ഇവിടെ കുറച്ച് ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്വാളിറ്റിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. മാത്രമല്ല ഇതിലൊരു മോണോ സെൻസറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ടിക്ടോക്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ വെറൈറ്റി ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വീഡിയോസ് എടുക്കാൻ നല്ല ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ റെഡ് മാത്രമായിട്ടൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു കിടുക്കാച്ച് സെൻസർ പോക്കോ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോക്കോ ഫോണിലും കാണുമ്പോൾ തന്നെ ഒരു 20 മെഗാ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് നമ്മുടെ പോക്കോ X3 Proയിലും വന്നുള്ളത്.
സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു ഡൗൺ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ക്വാളിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടാവാനാണ് ചാൻസ്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും വലിയ കുഴപ്പമൊന്നുമില്ല കേസ്. ഓക്കെ, ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഉള്ളൂ. പക്ഷേ പ്രൊസസ്സർ പറഞ്ഞാൽ വേറെ ലെവലാണ് കേസ്. പിന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 5160 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലിഥിയം പോളിമർ ബാറ്ററിയാണ്. സോ ബാറ്ററി ചെറുതായിട്ട് ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം പോക്കോ X3 അത് 6000 mAh ആയിരുന്നു, ഇവിടെ അത് 5160 mAh ആക്കിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പിനാണ് കേസ്. അപ്പോൾ ഏകദേശം 100% ആവാൻ ഏകദേശം 1 മണിക്കൂറൊക്കെ മതി. 59 മിനിറ്റ് കൊണ്ട് 100% ആവുമെന്നാണ് അവർ പറയുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കേസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് കേസ്. ഓക്കെ, ടൈപ്പ് C പോർട്ട് ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. നമ്മൾ പോക്കോ X3 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പോക്കോ X3ൻ്റെ അത്ര വെയിറ്റ് വന്നിട്ടില്ല കേട്ടോ. 215 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ 9.4 mm ആണ് തിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. സോ പോക്കോ X3നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി വെയിറ്റും കട്ടിയും കുറഞ്ഞിട്ടുള്ളൊരു ഫോണാണ്. പോക്കോ X3 225 അതേപോലെ തന്നെ 10.1 mm തിക്നെസ്സും ഉണ്ടായിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു വെയിറ്റും കട്ടിയുള്ളൊരു ഫോണായിരുന്നു പോക്കോ X3. സോ X3 Pro കുറച്ചിട്ടുണ്ട്, ബാറ്ററിയും കുറച്ചിട്ടുണ്ട്. സോ വലിയ സീനൊന്നുമില്ല കേസ്. ഓക്കെ, അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് തന്നെയാണ് ഇതിലും ലഭിക്കുന്നത്. അതായത് നമുക്ക് ഒന്നെങ്കിൽ 2 സിം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും. സോ പോക്കോ X3ലും ഇതേ ഒരു സെറ്റപ്പ് തന്നെ ആയിരുന്നു സിം കാർഡ്. പിന്നെ ഇതിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി OnePlus എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നല്ല ഈലും ഫോൺ ഓട്ടോമാറ്റിക്കലി കൂളാകുന്ന ഒരു ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പോക്കോ X3 ഒരു ഹീറ്റിങ്ങും ഇല്ലാത്ത ഫോണായിരുന്നു. സോ X3 Pro അങ്ങനെ ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ എന്താ അതിൽ IP53 വാട്ടർ പ്രൂഫാണ്, അതേപോലെ തന്നെ ഡസ്റ്റ് പ്രൂഫ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നോർമലായിട്ട് വന്നുള്ളൂ. നമ്മളെ പോക്കോ X3ലും ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 4G ഡിവൈസ് ആണ് കേസ്. ഓക്കെ, സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്നത് ഒരു 4G ചിപ്സെറ്റ് ആണ്. ഒരു 4G പ്രോസസ്സറാണ് നമ്മളെ സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്നത്. സോ ഇതൊരു 4G ഡിവൈസ് ആണ്. സോ നിങ്ങളൊരു 5G ഡിവൈസ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും പോക്കോ X3 Pro റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ 5G ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം അല്ല കേട്ടോ കേസ്. ഓക്കെ, സോ 5G ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇതൊരു 4G ഡിവൈസ് ആണ് പോക്കോ X3 Pro. നല്ല പ്രോസസ്സറും അത്യാവശ്യം നല്ലൊരു ക്യാമറയും ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള ഒരു കുടുക്കാച്ചി 20,000 രൂപയ്ക്ക് ഇപ്പോൾ ബെസ്റ്റ് നിൽക്കുന്ന ഒരു ഫോൺ ആയിരിക്കാം നമ്മുടെ പോക്കോ X3 Pro. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ. നമ്മൾ ഇത്ര ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 2 വേരിയൻ്റ് ആയിട്ട് ഈ ഫോൺ വരുന്നത്. പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ മെയിനായിട്ട് 2 വേരിയൻ്റ് ഉള്ളൂ, 6128ഉം 8128ഉം. ഇതിൽ 6128 വരുന്നത് 18,999 രൂപയും 8128 വരുന്നത് 20,999 രൂപയാണ്. സോ ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം കമ്മിങ് സൂണിലാണ്, വൈകാതെ സെയിൽ തുടങ്ങുന്നതായിരിക്കും. സോ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് ആണ്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ നിങ്ങൾ നോക്കി വാങ്ങുന്ന ഒരാളുകളാണെങ്കിൽ സാർ വാല്യൂ നോക്കുകയാണെങ്കിൽ ഹെഡിന് 0.8, ബോഡിക്ക് 0.645 ആണ്. സോ വലിയൊരു കൂടുതലായിട്ടുള്ള സാർ വാല്യൂ ഒന്നും കേട്ടോ. പോക്കോ X3ക്കും സാർ വാല്യൂ കുറച്ച് കുറവായിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു സാർ വാല്യൂ തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഇത്രയും നല്ലൊരു പ്രോസസ്സർ, ഒരു ലാഗും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. സോ കിടുക്കാച്ച് ഫോണാണ്, പോക്കോൻ്റെ ഒരു കിടുക്കാച്ച് ഫോണാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ പുതിയ ടെക്നോളജിയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.